ഞങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം ഇലക്ഷൻ കമ്മീഷന്റെ ഈ പറഞ്ഞ പോലെ പേര് വെട്ടി എന്നുള്ളതിന്റെ പ്രൂഫൊന്നും തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ ആരും തന്നെ കണ്ടിട്ടില്ല, നമുക്ക് അതിന് കിട്ടിയിട്ടില്ല. കാരണം ഫോണിലെ സൈറ്റ് നോക്കുമ്പോൾ കറന്റ് അണ്ടർ പ്രോഗ്രസ് എന്നാണ് കാണിക്കുന്നത്, സൈറ്റ് ലോഡിംഗ് ആവുന്നില്ല. അപ്പോ മാധ്യമങ്ങളിൽ കൂടി തന്നെയാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. അപ്പോ വോട്ട് വെട്ടിയെന്ന് അറിയപ്പെടുന്ന സ്ഥിതിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ പാർട്ടി നോക്കും. അതിന്റെ ലീഗൽ ആക്ഷൻസ് എന്താണെന്നുള്ളത് പാർട്ടി നോക്കി ഫോർവേഡ് ചെയ്യും. മത്സരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അല്ല, മത്സരിക്കാൻ കഴിയുന്നുള്ളത് ഞാൻ പറഞ്ഞാൽ നമുക്ക് നോക്കാം. മത്സരിക്കാൻ കഴിയോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണല്ലോ. നമുക്കത് നോക്കാതെ ഈ പറഞ്ഞ പോലെ പാർട്ടി അതെന്താ വെച്ചാൽ നോക്കി ചെയ്തോളൂ. ഒരു CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അല്ല, ഇതിപ്പോ പരാതിപ്പെട്ടത് CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണെങ്കിലും അത് പുള്ളിയുടെ മാത്രം ഒരു പരാതിയായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഇത്രയധികം പ്രഷർ കോർപ്പറേഷനിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആൾക്കാർ ബാക്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഈ വിഷയത്തിലൊന്നും പറയാനില്ല. അല്ല, ഇതില് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ വോട്ടർ പട്ടികയാണ്. ഇതാണ് പാർലമെന്റ് ഇലക്ഷന്റെ വോട്ടർ പട്ടികയിലുള്ള എന്റെ വോട്ട് വരുന്ന ലിസ്റ്റാണ്. വോട്ടർ പട്ടികയിൽ വരുന്ന എന്റെ വോട്ട് ഇതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്റെ അഡ്രസ്സ് കാണിച്ചിരിക്കുന്നത് 3/564 സുധാ ഭവൻ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങള് ഇതെന്റെ ID പ്രൂഫാണ്, ഇതെന്റെ ആധാറാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിക്ക് നമുക്ക് കിട്ടുന്ന ഒരു ID പ്രൂഫ് ആണല്ലോ ഇത്. ഇതില് ഉള്ള അഡ്രസ്സ് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. TC 3/564 സുധാ ഭവൻ എന്ന് തന്നെയാണ്. പിന്നെ ഇതെന്റെ ഇലക്ഷൻ കമ്മീഷന്റെ ID കാർഡാണ്. ഇതിലും നിങ്ങൾക്ക് കാണാൻ കഴിയും TC 3/564 സുധാ ഭവൻ PRA 65 മുട്ടട PO എന്ന് തന്നെയാണ്. അപ്പോ ഞാൻ ലോക്സഭയിൽ കള്ളവോട്ട് ചെയ്തു എന്ന് പറയുന്ന ആൾക്കാർ അത് ശരിക്കും ആ ഒരു ആരോപണം ഇവിടെ കൊണ്ട് വാനിഷായി പോവാണ്. കാരണം വോട്ടർ പട്ടികയിലുള്ള അതേ അഡ്രസ്സിൽ തന്നെയാണ് എന്റെ ID പ്രൂഫുകൾ, അതായത് വാലിഡ് ആയിട്ടുള്ള ആധാറും ഇലക്ഷൻ ID കാർഡും എല്ലാം ഉള്ളത്. അപ്പൊ ഞാൻ കള്ളവോട്ട് ചെയ്തു എന്നുള്ളതിന് ഇവിടെ ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അല്ല, അഫിഡവിറ്റില് നമ്മള് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഓൾഡ് TC 3/564. ഈ വോട്ടർ പട്ടിക ഇതാണ് നമ്മുടെ നിലവിലുള്ള കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ബന്ധപ്പെട്ട് നിലവിൽ വന്ന വോട്ടർ പട്ടിക. അതായത് ഇന്ന് വന്ന വോട്ടർ പട്ടികയല്ല, ഇതിനു മുമ്പ് വന്നത്. ഇന്ന് വന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇതില് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, പഴയ TC 3/564 ആ TCയിലാണ് ID പ്രൂഫുകൾ എല്ലാം ഉള്ളത്. പാർലമെന്റ് ഇലക്ഷനിലുള്ള വോട്ടർ പട്ടികയിലും ഉള്ളത് ആ TC ആണ്. പുതിയ TC 18/2365 എന്നാണ്. 18/2365. ഈ പഴയ TCയും പുതിയ TCയും കൂടെ ചേർന്നുകൊണ്ടാണ് 18/564 എന്ന് പറഞ്ഞ് വോട്ടർ പട്ടികയിൽ വന്നിരിക്കുന്നത്. ഈ വോട്ടർ പട്ടിക വെരിഫൈ ചെയ്ത് ഇതിലുള്ളതാണ് നമ്മൾ അഫിഡവിറ്റിൽ കൊടുത്തിരിക്കുന്നത്. ന്യൂ TC എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുകയും നമ്മൾ ഇന്നലെ ഒരു അഫിഡവിറ്റ്, അതായത് നമ്മൾ ഇത് തെറ്റാണ്, വോട്ടർ പട്ടിക പ്രകാരമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്, അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ മറ്റൊരു അഫിഡവിറ്റ് ഞാൻ കോർപ്പറേഷനിലെ നമ്മുടെ ഇലക്ഷൻ സെല്ലിൽ കൊണ്ട് കൊടുക്കുകയുണ്ടായി. ഉച്ചയ്ക്കൊരു 2 മണിയോടെ കൂടിയാണ് കൊടുക്കാൻ പോയ സമയത്ത് അവർ എന്റെ കയ്യിൽ നിന്ന് അത് മേടിച്ചില്ല. ഇലക്ഷൻ സെല്ലിൽ ഉള്ള സൂപ്രണ്ടന്റ് പറഞ്ഞത് മേടിക്കാൻ പറ്റില്ല, സമയപരിധി കഴിഞ്ഞു എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഹിയറിംഗിന് അറ്റൻഡ് ചെയ്യാത്ത പരാതിക്കാര് ഇന്ന് രാവിലെ വന്നപ്പോ നിങ്ങൾ അത് എടുത്തല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇത് സ്വീകരിക്കുന്നില്ല? നിങ്ങൾ ആലോചിക്കണം, ഇന്നലെ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ല, ഇന്നാണ് വന്നത്. അവർക്കത് വേണമെങ്കിൽ സ്വീകരിക്കാം, പോട്ടെ. അവരുടെ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ അനുസരിച്ചായിരിക്കും അവർ സ്വീകരിക്കാത്തത്. വാട്ട് എവർ ഇറ്റ് ഇസ്, ഇതാണ് ഞാൻ സ്വീകരിക്കുക ചോദിച്ചപ്പോൾ അവർ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല, സ്വീകരിക്കാത്തത് കൊണ്ട് നമ്മളത് സ്പീഡ് പോസ്റ്റ് വഴി അവർക്ക് അയച്ചിട്ടുണ്ട്. അവരത് കൈപ്പറ്റിയതായിട്ടാണ് നമുക്ക് മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോ അത് തിരുത്തിയതായി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി വോട്ടർ പട്ടികയിൽ എന്റെ TC മാറിക്കിടക്കുന്നതിന് ഉത്തരവാദി ഞാനല്ല. കാരണം ഞാൻ പ്രിന്റ് ചെയ്ത് കൊണ്ടുവരുന്ന സാധനം അല്ലല്ലോ ഇത്. അപ്പൊ അതിൽ നമുക്ക് അവകാശം ഇല്ല, നമുക്ക് അതിലൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്.